എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഒരു തിരുവാതിരപ്പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. അതിലേക്ക് ഞാൻ എൻ്റെ അടുത്തുള്ള എനിക്ക് കിട്ടിയ സാധനങ്ങൾ കൊണ്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നു. ഇതേപോലത്തെ ഒരു കഷ്ണം കാച്ചിലെടുത്തിട്ടുണ്ട്, കാവത്ത് എന്ന് പറയും, അതെടുത്തിട്ടുണ്ട് ഒരു കഷ്ണം. പിന്നെ പാൽച്ചേമ്പ് ഞാൻ കുറച്ച് 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കൂർക്ക എടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ അത് കിഴങ്ങുണ്ടല്ലോ, ഇതേപോലെ കണ്ട ഇങ്ങനത്തെ എന്ത് കിഴങ്ങത്, ഇങ്ങനെ ഇതായി ചെറുകിഴങ്ങ്, ഇത് കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ തൊലി കളഞ്ഞിട്ട് കുറച്ച് അത്യാവശ്യം വലിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കണം കേട്ടോ, ചെറിയ കഷ്ണമായിട്ടല്ല. പുഴുക്കിന് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് നുറുക്കുക. അപ്പം അതൊന്ന് തൊലി കളഞ്ഞിട്ട് കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി കഴുകിയിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകണം കേട്ടോ. അത് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ. വലിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതിലേക്ക് ഒരു പിടി മുതിര എടുത്തിട്ടുണ്ട് ഞാൻ. ഒരു പൊടി മുതിര എടുത്തിട്ട് നന്നായി വറുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു പിടി മുതിരയും ഒരു പിടി പയറും, വൻപയർ, വെള്ളപ്പയർ എന്നൊക്കെ പറയില്ലേ, അത്. മുതിര മാത്രം വറുത്താൽ മതി കേട്ടോ, പയർ അങ്ങനെ വെള്ളത്തിൽ കുതിർത്താൻ ഇട്ടാൽ മതി. അപ്പോൾ അതൊന്ന് വേവിച്ചിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിനെ ഒന്ന് നോക്കാം. അത് മുതിരയും പയറും കൂടി തുറന്നു നോക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്നാവും. അപ്പം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ്. കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട്, കഷ്ണങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരനുസരിച്ചിട്ട്, കഴിക്കുന്ന ആൾക്കാരനുസരിച്ചിട്ട് ചേർക്കണം കേട്ടോ. ഇത് ഞാൻ ഇവിടെ ആരും കഴിക്കില്ല, ഞാൻ മാത്രമേ കഴിക്കുള്ളൂ. അതുകൊണ്ട് കുറച്ച് എടുത്തിട്ട് കുറച്ച് ക്വാണ്ടിറ്റി കാണിക്കുന്നത്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇടിച്ചക്ക വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഇടിച്ചക്ക ചേർത്തിട്ട് ഉണ്ടാക്കിയാലും ടേസ്റ്റ് ഉണ്ടാവും. അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിക്കാം. ഇത് വേവണ നേരം കൊണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ട്, ഞാൻ ഒരു മുറി തേങ്ങ എടുക്കുന്നുണ്ട്. അത്യാവശ്യം മീഡിയം സൈസ് തേങ്ങ ഒരു മുറി എടുത്തിട്ട് ചെറുവിട്ട് അതിലേക്ക് ഒത്തിരി എരിവ് വേണ്ട കേട്ടോ. അതിലേക്ക് കുറച്ച് എരിവ് മതി. ഒരു 2 വറ്റൽമുളക് കൂടിയും ചേർത്തിട്ട് കുറച്ച് 1 ടീസ്പൂൺ ജീരകം കൂടിയും ചേർത്തിട്ട് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ തേങ്ങയും ജീരകവും വറ്റൽമുളകും കൂടി നന്നായിട്ട് അരച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോൾ നമുക്കതിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം, ഈ അരപ്പ്. കുക്കറിലാവുമ്പോൾ പെട്ടെന്നാവുമല്ലോ. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ അത്. കഞ്ഞിയുടെ കൂടെ അല്ലെങ്കിൽ വെറുതെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ, കട്ടൻ ചായയുടെ കൂടെയൊക്കെ 4 മണിക്ക് കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അത്. അല്ലെങ്കിൽ നമ്മൾ ഏകാദശിയൊക്കെ ഉണ്ടാകുമ്പോൾ, ഏകാദശിക്കൊക്കെ ചാമക്കഞ്ഞി, ഗോതമ്പ് കഞ്ഞി, അതിൻ്റെ കൂടെയൊക്കെ ഒരു സൈഡ് ഡിഷായിട്ട് നല്ല ഉപയോഗിക്കാം. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് കേട്ടോ അത്. അതുകൊണ്ടാണ് അതിൽ ഒത്തിരി മുളക് ചേർക്കാത്തത്. നമ്മളങ്ങനെ കഞ്ഞിയുടെ കൂടെ അല്ലാതെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ കുക്കറിൻ്റെ വിസിൽ പോയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് തുറന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് ആകെ 4 ഐറ്റമേ ചേർത്തുള്ളൂ. കാവത്ത്, പാൽച്ചേമ്പ്, കിഴങ്ങ്, കൂർക്ക. ഇതിലേക്ക് നേന്ത്രക്കായ ചേർക്കാം, ഇടിച്ചക്ക ചേർക്കാം, ചേന ചേർക്കുന്നവരുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ സമയത്താട്ടോ കാച്ചിലൊക്കെ കിട്ടുള്ളൂ. കാച്ചിൽ, കിഴങ്ങൊക്കെ ഈ ധനുമാസത്ത് മാത്രമേ കിട്ടുള്ളൂ, ധനുമാസത്തിൽ മാത്രമേ കിട്ടുള്ളൂ. ഇത് ഒരുപാട് ലൂസായിട്ടുള്ള ഇതല്ല കേട്ടോ, നല്ല കുറച്ച് കട്ടിക്കുള്ളതാണ്. ഇതൊന്നിട്ട് ഇനി തീ കത്തിക്കും.
ഒന്ന് നന്നായി തിളച്ചിട്ട് ഇത് നന്നായിട്ടൊന്നായി വന്നിട്ട് നമ്മൾക്ക് കുറച്ച് പച്ചക്കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം. ഇത്ര കണ്ടോ, ഇത്രയും കട്ടിയായിട്ട് ഇതേപോലത്തെ ഒരു കൺസിസ്റ്റൻസി. അതിനോട് തീ എത്തിച്ചിട്ടുണ്ട് കേട്ടോ, ഇതൊന്ന് തിളക്കട്ടെ. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇരിക്കും തോറും ഇത് നന്നായി കട്ടി കൂടും. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി, ഇതിലേക്ക് വറുത്തിടുന്നതൊന്നുമില്ല. അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളും കൂടി ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായം അറിയിപ്പിക്കണം കേട്ടോ. ഈ പ്രാവശ്യത്തെ തിരുവാതിരപ്പുഴുക്ക് ഇങ്ങനെ ആവട്ടെ. തിരുവാതിരയൊക്കെ വരാറായില്ലേ ഇപ്പോൾ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാറൊക്കെ. താങ്ക് യു.